കെഎസ്ആർടിസി ഡ്രൈവർ മേയർ തർക്കത്തിൽ കെഎസ്ആർടിസി കണ്ടക്ടർ സുബിനെയും തമ്പാനൂർ സ്റ്റേഷൻ മാസ്റ്ററെയും പോലീസ് ചോദ്യം ചെയ്യുകയാണ്. ബസ്സിലെ മെമ്മറി കാർഡ് കാണാതായതിൽ ആണ് പോലീസ് സുബിനെ ചോദ്യം ചെയ്യുന്നത്. വിവരങ്ങളുമായി വി വിനോദ് ചേരുന്നുണ്ട്. വിനോദ്, ഏറ്റവും നിർണായകമാകാമായിരുന്ന തെളിവായിരുന്നു മെമ്മറി കാർഡ്. പ്രത്യേകിച്ച് MLA സച്ചിൻ ദേവ് വാഹനത്തിൽ കയറി എന്ന ആക്ഷേപം ഉണ്ട്. അതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ ഡ്രൈവർ യദുകൃഷ്ണൻ എത്രത്തോളം മോശമായാണ് പെരുമാറിയത് എന്നതിൻ്റെ തെളിവുകൾ ഒക്കെ ഉണ്ടാകുന്ന മെമ്മറി കാർഡാണ് നഷ്ടപ്പെട്ടത്. എന്താണ് പോലീസിന്റെ പ്രാഥമികമായ നിഗമനം? മെമ്മറി കാർഡ് അതിൽ ഉണ്ടായിരുന്നോ? അതിനുശേഷം ആരോ എടുത്തു മാറ്റിയത് എന്നതിലേക്ക് പോലീസ് എത്തുന്നുണ്ടോ? മെമ്മറി കാർഡ് കവർ ചെയ്യപ്പെട്ടു എന്ന നിഗമനത്തിൽ തന്നെയാണ് അന്വേഷണം മുന്നോട്ട് പോകുന്നത്. ഫോറൻസിക് പരിശോധനയുടെ അന്തിമ ഫലം വരേണ്ടതുണ്ട്. എങ്കിൽ തന്നെയും പോലീസ് അന്വേഷണം ഈ ഒരു നിഗമനത്തിൽ ഊന്നി മുന്നോട്ട് പോകുന്നു. കാരണം ഈ തെളിവുകൾ ഉണ്ടെങ്കിൽ അത് പരമാവധി ശേഖരിച്ച് ആദ്യഘട്ടത്തിൽ തന്നെ മുന്നോട്ട് പോവുക എന്നൊരു നിലപാടാണ് പോലീസ് സ്വീകരിച്ചിട്ടുള്ളത്. കണ്ടക്ടർ സുബിനെ നേരത്തെ മൊഴിയെടുക്കുന്നതിലേക്ക് വിളിച്ചു വരുത്തിയിരുന്നു. തമ്പാനൂർ പോലീസാണ് ഈ മെമ്മറി കാർഡ് കാണാതായതുമായി ബന്ധപ്പെട്ട കേസിന്റെ അന്വേഷണം FIR രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ സുബിനെ വീണ്ടും ചോദ്യം ചെയ്യുന്നു. ഇപ്പോൾ കമ്മീഷൻ ഓഫീസിനാണ് ഉള്ളത്. KSRTCയുടെ അന്ന് ആ ദിവസം മെമ്മറി കാർഡ് കാണാതായതുമായി ബന്ധപ്പെട്ട ദിവസം ഡ്യൂട്ടിയിലുണ്ടായിരുന്ന മുഴുവൻ ആളുകളിൽ നിന്നും മൊഴിയെടുക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. സ്റ്റേഷൻ മാസ്റ്റർ ഉൾപ്പെടെ ആളുകളിൽ നിന്നും മൊഴിയെടുക്കുന്നുണ്ട്. മറ്റ് ജീവനക്കാരെയും അന്ന് രാത്രി ഡിപ്പോയ്ക്ക് പരിസരത്തുണ്ടായിരുന്ന ജീവനക്കാരെ ഉൾപ്പെടെ മൊഴിയെടുക്കാനാണ് ഇപ്പോൾ പോലീസ് തീരുമാനിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഡിപ്പോയിലെ CCTV ക്യാമറകൾ, പുറത്തുള്ള പോലീസിന്റെ ക്യാമറകൾ, സ്വകാര്യ സ്ഥാപനങ്ങളിലെ CCTV ക്യാമറകൾ, ഇതെല്ലാം തന്നെ പരിശോധിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. യദു ഈ ബസ്സിനടുത്തേക്ക് പോയതായ ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു. എന്നാൽ കണ്ടക്ടർ ഈ മെമ്മറി കാർഡ് കവർച്ച ചെയ്തു എന്ന് സംശയിക്കുന്നതായി യദു പറയുകയും ചെയ്തിരുന്നു. DYFIക്കാരനാണ് റഹീമിനെ റഹീം MBA കണ്ടക്ടർ ഈ സംഭവം നടക്കുമ്പോൾ വിളിച്ചിരുന്നു. സച്ചിൻ ദേവ് ബസ്സിനുള്ളിൽ കയറുമ്പോൾ ഇരിപ്പിടത്തിൽ നിന്ന് മാറി ആ സീറ്റ് സച്ചിൻ ദേവിന് കണ്ടക്ടർ നൽകുകയും ചെയ്തു. വലിയ ബഹുമാനത്തോടു കൂടിയാണ് MLAയോട് പെരുമാറിയത്. DYFIക്കാരനായതുകൊണ്ട് തന്നെ ഈ മെമ്മറി കാർഡ് കവർ ചെയ്ത് കണ്ടക്ടറാണ് എന്നൊരു സംശയം യദു നേരത്തെ പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോഴും ഈ ചോദ്യം ചെയ്യൽ തുടരുകയാണ്. വളരെ പ്രധാനപ്പെട്ട തെളിവ് ആയിരുന്നു നഷ്ടപ്പെട്ടത്. മെമ്മറി കാർഡ് ഉണ്ടായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായി മാറുമായിരുന്നു അത്. അങ്ങനെയെങ്കിൽ ഇതാര് ആണ് മെമ്മറി കാർഡ് മാറ്റിയത് എന്നത് സംബന്ധിച്ച അന്വേഷണം ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ആണ് KSRTC കണ്ടക്ടറെ അടക്കം ഇപ്പോൾ പരിശോധിക്കുന്നത്.